ഹലോ ഗായ്സ്, അപ്പോൾ GTA 5 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുക നമ്മുടെ ബാങ്ക് റോബറിയുടെ പാർട്ട് 2 ആയിട്ടാണ് ഗൈസ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടായിരുന്നു നമ്മൾ ചെക്കൗട്ട് ചെയ്യാത്ത കൂട്ടുകാർ വേഗം പോയി ചെക്കൗട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത ബാങ്ക് നമ്മൾ കൊള്ളടിക്കുന്ന വരാൻ ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ പോലീസൊക്കെ സീനാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പോലീസ് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. നമ്മളെന്തായാലും നമ്മുടെ അടുത്ത ബാങ്ക് എന്ന് പറയുമ്പോൾ സിറ്റിയിൽ തന്നെ ആയിട്ടാണ് കേട്ടോ. ഇവിടെ അടുത്തായിട്ടാണ് മാപ്പിൽ കാട്ടണത്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ മാക്സിമം ലൈക്ക് അടിക്കും, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഗൈസ്. ഓക്കെ, ഇതുകൂടെ നമ്മൾ വണ്ടി ചെറുതായിട്ട് മാറ്റിയാണ് കേട്ടോ. കാരണം നമ്മുടെ പോലീസിൻ്റെ വണ്ടി കൊണ്ടുപോയാലേ വണ്ടി മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ട്രാക്ക് ചെയ്ത് വരും. അങ്ങനത്തെ ഒരു സീനിൽ നമ്മൾ വണ്ടി മാറ്റി. ഓക്കെ, അവിടെ ആയിട്ടാണ് ഗൈസ് നമ്മുടെ ബാങ്ക് കാട്ടണത്. നോക്കുന്ന ഇങ്ങോട്ട് ചെല്ലാം. വണ്ടി ഓടിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഈ ബാങ്ക് നമ്മൾ വാരിയിട്ടാണ് ഗൈസ് നമ്മൾ പോകുള്ളൂ. ഇവിടെ ആയിട്ട് നമ്മളെ ബാങ്ക് ഇവിടെ ബാങ്ക് ഒന്നും കാണില്ല. ഇതിൻ്റെ അകത്താണല്ലോ ഗൈസ്, ഈ കോണി കയറിയിട്ടാണ് കേട്ടോ ബാങ്ക്. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി നിർത്താട്ടോ. ഇവിടെ വണ്ടി നിർത്താം. ഓക്കെ, നമ്മുടെ തോക്കൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാൻ പോകട്ടോ. ആ ക്യാമറ ഒക്കെ അടിച്ച് പൊളിക്കാട്ടോ. ഇനി ഇവരെ ട്രാക്ക് ചെയ്ത് നമ്മൾ വരും. ഇതുകൊണ്ട് ഒറ്റ വെടി വെച്ചാൽ മതി കേട്ടോ ഗൈസ്. ക്യാമറ ഒക്കെ പൊട്ടി പൊളിഞ്ഞോളും. ഇപ്പം എന്താ ഇവിടെ വെറുതെ കാണും. എനിക്കെന്താ പറയുക വിലയില്ലാത്ത ഇല്ല ഗൈസ്. ക്യാമറ പൊട്ടിച്ചേട്ടാ. ഇത് നിനക്കുള്ള പണി തരാട്ടോ ഗൈസ്. അത് നമ്മളെ കണ്ടിട്ട് ഒരു വിലയില്ല ഗൈസ്. ഈ ക്യാമറ കൂടി പൊട്ടിക്കാം. ഇതാണ് ഗൈസ് മെയിൻ ക്യാമറ. എനിക്ക് വേണ്ടിയിട്ടല്ലേ ഇവരിനി ഭീഷണിപ്പെടുത്തുന്നതാണ് ഗൈസ് പറയണേ. വാള് കൊള്ളാലോ ഇവരവിടെ. വാ വാ വാ, ഇതേ ചേച്ചിമാരനല്ലേ കഴിഞ്ഞ ബാഗിലുണ്ടായിരുന്നത്. തുറക്ക്, കമ്മോൺ പുറത്തേക്ക് വാ വാ, ഡോറിടണ വല്ല നൈസ്. ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് വെടി വെക്കണം. എന്തോടെ വെക്കണം, വെറുതെ വെക്കണം. വാ വാ, മര്യാദയ്ക്ക് തുറന്നാൽ അല്ലെങ്കിൽ വെടി വെച്ച് അപ്പുറത്തേക്ക് ഇടും. വാ വാ വാ. അല്ല ഇപ്പം എന്താ എന്തൊക്കെ വല്ലാത്ത വിലയില്ലാത്ത നിൽക്കണു. ഒരു കോഴ്സും ഇല്ല. തുറക്ക് ഇതാ പാസ്സടിക്ക്. പാസ്വേഡ് അടിച്ചില്ല ഇപ്പം വെടി പൊട്ടും. അല്ല നൈസ്. നമ്മളെ കയ്യിൽ ആയുധം പറഞ്ഞാൽ ശരിക്കും ഇതുകൊണ്ട് ഡേഞ്ചറാണ് കേട്ടോ. ഇത് കയ്യിൽ വെക്കണം. എന്തോ ലേസറൊക്കെ ഉണ്ട് മുന്നിലൊക്കെ. തുറക്കാതെ തന്നെ അല്ല തന്നെ. ഇതിൻ്റെ കൂടി തുറക്ക്. ഇതിൻ്റെ അകത്ത് മുഴുവനും കാശായിട്ടാണ് കേട്ടോ ഗൈസ്. നമ്മൾ വാരിക്കൊണ്ട് കണ്ട കാശ് വാരി വെതറതാ. നിങ്ങൾക്ക് സൈഡിലൊക്കെ എമൗണ്ട് കാണാം. വാരി വെതറത് ഇപ്പം 80,000 120,000 ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 170 ഇതൊക്കെ നമ്മൾ വാരി വെതറാണ് കേട്ടോ നമ്മൾ. ഇപ്പോൾ 4,030 ഒക്കെ ആയിട്ടുണ്ട്. 430,000. സിസ്റ്റം മാറിയോണ്ടേ പണി കിട്ടും. അവിടെ ഉണ്ട് ഫുള്ള് കാശ് കേട്ടോ. നമ്മൾ വാരി എടുക്കാം അങ്ങോട്ട്. സ്പീഡിലൊക്കെ വാരി തീരണില്ല ഗൈസ്. ഇത് തീരണില്ല. ഇതൊക്കെ നമ്മൾ നേരമായിട്ട് വാരിക്കൊണ്ട് നിൽക്കണം. ഇത് തീരണില്ലല്ലേ. നിറയും കൂടി ഉണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ 700,000 ഒക്കെ ഉണ്ട്. വാരിക്കൊണ്ടൊക്കെ വാരി മാത്രം തീരണില്ല. ഇനിയും കിട്ടാൻ നിറയെ. നമ്മൾ മറ്റേ ഫ്രിഡ്ജിൽ നിന്നൊക്കെ മിഠായി എടുത്തുകൊണ്ട് വാരിക്കൊണ്ട് പോകണമായിട്ട് ഇത് പൈസ വരണം നമ്മൾ. വാ ഗൈസ്, ഇതാ നമുക്ക് 930,000 ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 മില്യൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. ഗൈസ്, ഒരുത്തിനൂടെ നിൽക്കണ അവനോട്ടാ. ഇവനെന്താ ഗൈസ് ഒരു വില പണി തരണ. നീ ചത്തു, നമുക്കൊരു വിലയില്ല അല്ലേ. പക്ഷെ അവന് നമ്മളൊരു വില നിങ്ങൾക്ക് വേണം. ഇല്ല അവന് ലോസ്റ്റ് കോസ് ബെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണം. നിങ്ങൾ അവനെ ഓടിച്ചപ്പോൾ കാറ് പൊട്ടി തെറിച്ചു. ഇവനെ വെടി വയ്ക്കണം. നമ്മുടെ കാറ് മിക്കവാറും പൊട്ടും. അതാ പിന്നെ അവിടെ കിടക്കട്ടെ ഗൈസ്. ഇല്ല അവന് ഫുള്ള് പോലീസാണ്. നമ്മുടെ മാപ്പിൽ നോക്കിയാണ് നമ്മുടെ ഏരിയ മുഴുവൻ അവർ വളഞ്ഞുണ്ട്. നമുക്ക് ഈ വണ്ടി എടുത്ത് എങ്ങനെയും രക്ഷപ്പെടാം. കത്തിച്ചു കേട്ടോ. ടയർമ ഓടി വെച്ചാൽ പെടും നമ്മൾ. അയ്യോ ബ്രേക്കിലാണ്ടേ. വേഗം കയറ് ഗൈസ്. ഇവിടെ ഫുള്ള് പോലീസായിരിക്കും കേട്ടോ.
അയ്യോ, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടേണ്ടിയില്ല, അല്ലെങ്കിൽ അവർ നമ്മളെ ട്രാക്ക് ചെയ്ത് പിടിക്കും. നമുക്ക് ഈ വണ്ടി വെച്ചിട്ടാണ് ചെയ്യുക. അവർ വിചാരിക്കണം നമ്മൾ വേറെ വണ്ടി എടുക്കുന്നു. ഇത് പാർക്കിംഗ് ഏരിയ ആണല്ലോ, ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കാൻ പറ്റൂട്ടാ. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് നേരത്തേക്ക് ഒളിച്ചിരിക്കുക, അതാണ് നല്ലത്. ഓക്കെ ഇഷ്ടം. നമുക്കിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, പൊട്ടൻഷ്യൽ ടേക്കും ആക്ച്വൽ ടേക്കും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. നമ്മൾ ഇത്രയധികം രൂപ എടുത്തിട്ടുണ്ട്, എക്സ്ട്രാ നമുക്ക് എമൗണ്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ പോലീസൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സേഫാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒളിച്ചിരുന്നതുകൊണ്ട് മാത്രം അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിട്ടിരിക്കണം. പുറത്ത് നമ്മളെ പിടിക്കാൻ ആരും ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, സൈഡിലാരുമില്ലല്ലോ. ഇല്ല ഗൈസ്, നമ്മുടെ അടുത്ത ബാങ്ക് എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് കാണിച്ചു കേട്ടോ ഗൈസ്. നമ്മൾ ഈ ബാങ്ക് മുഴുവൻ തുറന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ബാങ്ക് ഇതാണ് കേട്ടോ. ഈ ബാങ്ക് കൂടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പണി എളുപ്പമാവും കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ പിന്നെ കുറച്ചധികം കാശ് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ നിർത്തി ഗൈസ്, നമ്മൾ മുഴുവൻ വാരിയിട്ടേ പോകുള്ളൂ. ഇത് പിന്നെ ഇവിടെ അടുത്താണ് കേട്ടോ ഗൈസ്, തൊട്ടടുത്തത്. ഇതെന്താ മാപ്പ് കാട്ടാത്തത്? സൈഡിൽ മാപ്പ് കാട്ടുന്നില്ല കേട്ടോ. ഇതൊരു സീനാണ്. അയ്യോ ഏയ്, ബസ്സുകാരും ആൾക്കാരൊക്കെ നമ്മളെ തന്നെ നോക്കണേ. എന്തോ പന്തികേടുണ്ടല്ലോ ഗൈസ്. ഇങ്ങനെ അയ്യോ, വഴി തെറ്റിയിട്ടാ, നമുക്ക് റിവേഴ്സ് അടിക്കേണ്ടി വരും. ഇത് മാപ്പ് എന്താ കാട്ടാത്ത? സൈഡിൽ മാപ്പില്ലാത്തതുകൊണ്ട് കുറച്ച് സീനാട്ടാ. ഇത് ഭയങ്കര സീനാണ്. അയ്യോ ബൈക്കുകാരൻ. ഞാൻ റോങ് വേയിലൂടെ വന്നുകൊണ്ടാണ് ഗൈസ്. ഇപ്പോൾ മാപ്പ് കാട്ടിയിട്ടാ. ഓക്കെ, ഇതവിടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ പോലീസുകാരില്ല. ഇവിടെ ഇതിൻ്റെ അടുത്തായിട്ടാണ് തോന്നുന്നു പോലീസ് സ്റ്റേഷൻ. ഇതിൻ്റെ അടുത്തായിട്ടാണോ പോലീസ് സ്റ്റേഷൻ? അങ്ങനെ നമ്മളിപ്പോൾ ഇടൂട്ടാ. അയ്യോ, ഈ ഏരിയയിലായിട്ടാണ്. ഇതെന്ത് ഇവിടെ നിമി തട്ടിക്കണോണോ നീ? അവർ ഭീഷണിപ്പെടുത്തി കാശ് മോഷ്ടിക്കണു. അയ്യോ, അതും ചത്ത ഇല്ല. കാശ് മോഷ്ടിക്കാൻ നമ്മളുണ്ട് ഇവിടെ ഗൈസ്. ഷോർക്കണു. വെടിയൊക്കെ പൊട്ടിക്കുക തന്നെ ഗൈസ്. ഇവിടെ കുറച്ച് ആൾക്കാർ കൂടുതലാണല്ലോ. എല്ലാവരും പുറത്തേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. പൊട്ടിച്ചോ നാളെ. എല്ലാത്തിനും സെയിം ക്യാമറാസ്, സെയിം ബാങ്ക് തന്നെ. അതെന്തായാലും എമൗണ്ട് മാത്രം മാറ്, അത് മാത്രമേ സന്തോഷമുള്ളൂ. ഇത് ഇവിടെ ക്യാമറ ഇവിടെ അല്ലേ? ക്യാമറ പൊട്ടിച്ചാണ്. ഇനി ഇവരെ ഭീഷണിപ്പെടുത്ത പൊട്ടും. ഇത് പൊട്ടിക്കണ്ട, പണി കിട്ടും. ഹലോ ആറ്റാ. കടന്നിട്ട് നമ്മളെ തന്നെ നോക്കുന്നു. പല്ലി വന്ന് നിൽക്കണ പോലെ. അതാ ഇതെന്ത് സെയിം ആൾക്കാരനായിരുന്നു. എന്ത് നോക്കിക്കണ്? ആ പേടിച്ച് ഒച്ചയുണ്ടാവും. മര്യാദക്ക് തുറന്നൊന്നുമില്ലെങ്കിൽ വെടി പൊട്ടിച്ച് അമിട്ട് പൊട്ടിക്കണ പോലെ പൊട്ടിക്കൂട്ടാ. അവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നു. തുറക്ക് അതന്നെ ലാപ്ടോപ്പ്. കമ്മോ വെടിയൊക്കെ മര്യാദക്ക് തുറന്നതിന് വെടി ഇപ്പം പൊട്ടും, തലേമ പൊട്ടും. എല്ലാം നൈസ്. എന്ത് നോക്കിക്കണ? തുറക്ക്. പാസ് നമ്മളെ അടുത്ത് വയ്ക്കണം. വെടി പൊട്ടിക്കണ എല്ലാം പിന്നെ കേട്ടിപ്പിച്ചു തന്നെ. തുറക്ക് അതന്നെ. തുറന്നോ, തലേമ പൊട്ടിക്കട്ടെ, മുട്ട് പൊട്ടിക്കണ പോലെ എല്ലാം തന്നെ. വലിക്ക്. വലിയ ഡോറാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലേ? അയ്യോ, ഇതിൻ്റെ അകത്ത് മറ്റേ ഡ്രില്ലിട്ടാക്കണം കേട്ടോ. ഇത് മറ്റേ ഡ്രില്ല് എടുക്കേണ്ടി വരുമല്ലോ. ഡ്രില്ല് ഇവിടെ കിട്ടുക. ഈ പെട്ടീൻ്റെ അകത്ത് ഡ്രില്ല്. ഇത് ഇനി തുറന്നു പോകേണ്ടി വരും. തുറന്നോ. ഇത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിനും ഇല്ല ടൈം. അതന്നെ, കമ്മോൺ ഫ്രാങ്ക്ലിൻ, കുറച്ചും കൂടി ഉള്ളോ? യെസ്, തുറന്നു വയസ്സ്. അല്ല, ഇതിൻ്റെ അകത്ത് എത്ര കാശുണ്ട്? നമ്മൾ ബാഗൊക്കെ തൂക്കും. ബാഗ് നിറഞ്ഞു കിട്ടുക. ബാഗ് ഫുള്ളായി. അവിടെ ആൾക്കാരവിടെ വെട്ടി വെക്കണോ? ഈ തോക്ക് സേഫ്റ്റിയാണ് സത്യം പറഞ്ഞാൽ. ഇവന്തോടെ കട്ടക്ക് പിന്നെ പണി എന്ന് പറഞ്ഞത്. അവൻ ഇല്ലാണ്ടായ അവിടെ അവൻ
അവിടെ നടക്കണ്ടല്ലേ? അവിടെ പോലീസ് അവിടെ എല്ലാം എന്താ എനിക്ക് ഇത്ര പോലീസുകാരുടെ കാറുമ്മയ്ക്ക് വെടി വെച്ചാലേ ചെറിയ സീനാ. ഭാഗ്യം നമ്മുടെ വണ്ടി പൊട്ടി വെച്ചില്ല. എനിക്ക് ചുറ്റും വളരാണ് ഇവരെ മെയിൻ പരിപാടി. അതൊന്നെങ്കിൽ കാറ് ബ്ലോക്ക് ചെയ്യും, ഇനി ചുറ്റും വളയും. വെടിയൊന്നും വെക്കില്ല അവർ മേത്തേക്ക്. കറക്റ്റ് ഇതാട്ടോ. പക്ഷേ ചില സമയത്ത് വെടിച്ച് കൊല്ലും കേട്ടോ. ഒന്നും പറഞ്ഞാൽ ചാടി കയറി കൊടുക്കാനൊന്നും പറ്റില്ല. അയ്യോ, ഹെലികോപ്റ്റർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒറ്റ വഴിയുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു ഹൈ ഉള്ള മൗണ്ടെയിൻ കണ്ടുപിടിക്കണം, ഹൈറ്റുള്ളത്. അതാണ് ഈ ഹെലികോപ്റ്ററിന് അതിൻ്റെ മേലേക്ക് അത്ര ഈസി ആയിട്ട് വരാൻ ടൈം എടുക്കും. ആ സമയത്ത് പോലീസ് പൊക്കോളും ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ മൗണ്ടെയിൻ എന്ന് പറയാച്ചുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണുള്ളത്? അയ്യോ, ഇതാ വരുന്നു പൊട്ടി. ഭാഗ്യം ഗൈസ്. ഇവിടെ മൗണ്ടെയിൻ എന്ന് പറയാനായിട്ട് വലിയ മൗണ്ടെയിൻ ഇവിടെ ഇല്ല സത്യം. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ബ്ലോക്കായി പെട്ടു. നീ കണ്ണാ. ഇതങ്ങനെ പറയണം ഗൈസ്. പോലീസിനെ സഹായിച്ചാലേ കമ്മീഷൻ കിട്ടും നോക്ക്. ബൈക്കാരൻ ചത്തു. ഇതാ അടുത്ത ഇവന്മാർ ബ്ലോക്കിങ് ആണ് മെയിൻ. വാനൊക്കെ 3 സ്റ്റാറിൽ, ഹെലികോപ്റ്ററൊക്കെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. മുന്നിൽ വേറെ വരുന്നുണ്ടല്ലോ. അല്ല അവൻ ചത്തില്ല, അവൻ ഇപ്പോഴും ഉണ്ട്. അയ്യോ, ഇതിൻ്റെ മേലിൽ കയറട്ടെ. കുറച്ച് ഹൈറ്റുള്ള മൗണ്ടൈനാ. ഇതിൻ്റെ മേലിൽ കയറിയ പോലീസ് ഹെലികോപ്റ്ററൊന്നും ഇവിടേക്ക് വരില്ല. നമ്മൾ ഇവിടെ എളുപ്പം നിറയെ പോലീസ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ മേലേക്ക് ഇവിടെ എന്തൊക്കെ ജീവികളൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ മേലേക്ക് ഞാൻ ഹെലികോപ്റ്റർ വരില്ല എന്ന് തോന്നുന്നത്. ഇവിടെ നിന്നാൽ സേഫാവും തോന്നുട്ടോ ഇവിടെ വെക്കാം. ഓക്കെ സാർ, നമ്മളെന്തെങ്കിലും പോലീസ് പോയിട്ട് ഓക്കെ നമ്മുടെ പൊട്ടൻഷ്യലിലേക്കും ആക്ച്വലിലേക്കും കാണാൻ പറ്റൂട്ടാ. ആക്ച്വലിലേക്ക് ഇത്ര എടുത്തിട്ട് നമ്മൾ പക്ഷേ എക്സ്ട്രാ നമുക്ക് നിറയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കൂടിപ്പോയി എത്ര ഇപ്പോൾ ഒരു 11 മില്യണെങ്കിലും നമുക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കാശൊക്കെ ചേർത്തിട്ട് കുറച്ച് 13 മില്യൺ ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ അടുത്ത ബാങ്ക് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും കേട്ടോ. ഇതാണ് നമ്മുടെ സിറ്റിയിലെ സെക്കൻഡ് ലാസ്റ്റ് ബാങ്ക്. ഇതും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വില്ലേജിൽ ആ ഏരിയയിലേക്ക് കേട്ടാട്ടെ നമ്മൾ പോകുന്നുണ്ടാവുക. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. നമുക്കൊന്നും അങ്ങോട്ട് ചെല്ലാട്ടോ ഗൈസ്. ഇവിടെ വഴി മാപ്പ് കാട്ടണില്ല, അതാണ് പ്രശ്നം ഗൈസ്. അയ്യോ, അപ്പോൾ ഇങ്ങോട്ട് വരും. ഈ വഴിയെ പോകണ്ടേ നോട്ട് ഇങ്ങോട്ട് തിരിക്കേണ്ടി വരും. ഗൈസ് ഇങ്ങോട്ട് തിരിക്കേണ്ടി വരും കേട്ടോ. ഇത് പക്ഷെ മാപ്പ് കുറച്ച് നേരത്തേക്ക് കാട്ടണില്ല, അത് കുറച്ച് സീനാണ്. പ്ലെയിൻ പോകണം നോക്കും. ഉണ്ടോ പ്ലെയിൻ്റെ ഒക്കെ നാളെ വലുതായിട്ടൊക്കെ കാട്ടണത്. മാപ്പ് നോക്കി പോകേണ്ടി വരും, അല്ലെങ്കിൽ വഴി തെറ്റിയ സീനാവും. അങ്ങടാണോ നേരെ പോയിട്ട് തിരിയാണ് ബെസ്റ്റ് ഉണ്ട്. ഈ സൈഡിലേക്ക് തോന്നുന്നു. യെസ്, മാപ്പ് വന്നു കേട്ടോ. ഇപ്പോൾ വേഗം പോവാം ഗൈസ്. ഓക്കെ, നമ്മൾ ഈ ബാങ്കിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തൊട്ടൊരു ബ്ലൂ സാധനം കാട്ടുന്നപ്പോൾ ഗൈസ്, ഇതെന്തോന്നൊരു ബൈക്കുകാരൻ്റെ ഒരു പിടിക്കാൻ പറയണല്ലോ മാപ്പിൽ. അങ്ങനെ പിടിച്ചിട്ട് തന്നെ ആറായിരം. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാങ്കിൻ്റെ മുന്നിൽ എന്തോ സൈഡിൽ എന്തോ സീനുണ്ടായിട്ട് നമ്മളെ രക്ഷിക്കാൻ പോയതാണ് കേട്ടോ ഗൈസ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പൊട്ടിക്കാൻ പോള് ഇതും കൂടി കാലിലേക്ക് പിന്നെ വില്ലേജ് ഉള്ളതെന്ന് തോന്നുന്നു. അയ്യോ, ഇവർക്കെന്തൊരു ഇതുമില്ലാത്ത. ഇപ്പം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം സെറ്റായിട്ടുണ്ട്. ഇത് ആൾക്കാരൊക്കെ പേടിച്ചുകൊണ്ട് പൊട്ടിച്ചോ. ക്യാമറ കാണാൻ ഓർഡർ പൊട്ടിച്ചാണ് കേട്ടോ. വെറുതെ അങ്ങോട്ട് വെടി വെച്ച് നോക്കാം. നമ്മളെ ഹേസ്റ്റ് തുടങ്ങുന്ന ഒരു ബട്ടൺ ഞെക്കണത് നമ്മൾ ഞെക്കാട്ട് മുന്നേ നമ്മൾ നേരെ വെടി വെച്ചിട്ടു. അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി എവിടെ ക്യാമറ എവിടെ? ഈ ക്യാമറയും കൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റ്. എവിടെ ഭീഷണിപ്പെടുത്തിട്ട് നമ്മൾ കടന്നുറങ്ങണം ഇവിടെ. എനിക്ക് തുറന്ന ഇത് 3ാമത്തെ തൊട്ടാണല്ലോ വരുന്നത്. ഈ ഓഫീസർ 3ാമത്തെ തൊട്ടാണ് വേറെ ബാങ്കിൽ വരുന്നത്. ഇതിന് എത്ര സ്വരൂപമുണ്ട്?
ഇത് കൊള്ളാട്ടെ. തുറക്ക്. തന്നെ. വാ തുറക്ക്. അല്ല ഇതിന് പേടിക്കൊന്നും വേണ്ട, തുറന്നോ. ഇനി പേടിക്കും. പാസ്വേഡ് അടിക്ക് വെടി വെക്കണോ, തലമ്മ ഒട്ടിക്കണോ? CCTV ഒക്കെ അവിടെ കിടക്കണു. തുറന്നോ. തുറക്ക്. ഇല്ല, തലമ്മ ഒട്ടിക്കല്ലേ, പൊട്ടക്കം പൊട്ടണ പോലെ തല തെറിക്കും എല്ലാം. നൈസ്. പാസ്സടിക്ക്. ഇവിടെയും ക്യാഷ് തന്നെയാണ്. ഗോൾഡുണ്ടോ ബെറ്റർ? ഇതാകുമ്പോൾ ഒരു കട്ടൊക്കെയാണ് അറിയണ്ട്. $30,000 കിട്ടുന്നുണ്ട്. ഇത് വാരി തീരില്ലല്ലോ ഒന്ന്. നമുക്ക് സൈഡിലൊക്കെ നമുക്ക് അമൗണ്ട് കാണാം. നമുക്കിപ്പോൾ നിറയെ ഇതായിട്ടുണ്ട് കേട്ടോ. മില്യൺസ് ഓഫ് മില്യൺസ്. റിച്ച് പേഴ്സൺ ആയിട്ടുണ്ട് കേട്ടോ. ഫുൾ അടിച്ച് മാറ്റി ഗൈസ്. ലോസ് ആൻഡോസിലെ പകുതി ആൾക്കാരെ പണം നമ്മുടെ പോക്കറ്റിലല്ല, ബാഗിൽ. ഇവിടുന്ന് വാരാനാ ടൈം എടുക്കണേ. ഇത് തീരണില്ല. ഇങ്ങനെ വന്നോടെ സൈഡിലൊക്കെയാണ്. 500,000 ഇങ്ങനെ കുറേ സൈഡിലൊക്കെയാണ് കേട്ടോ. ഇത് വാരെടുത്തുകൊണ്ട് ഇതിന്ന് തന്നെ നമുക്ക് നിറയെ കിട്ടുന്നുണ്ട്. ഒരു 800,000 ഒക്കെ ആയിട്ടുണ്ട് ഗൈസ്. 830,000 യെസ് ഓഫ് കോഴ്സ്. 830,000 നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് $830,000. നമ്മുടെ ബാഗ് നിറഞ്ഞു കേട്ടോ. ഇവന്മാരിവിടെ താഴെ കിടക്കണേ. പോലീസുകാർ പുറത്ത് തന്നെ ഉണ്ടല്ലോ. ഡോറ് തുറന്നതിന് നന്ദി. എനിക്കുള്ള പണി തരാമല്ലോ. പൊട്ടിരിക്കും അവിടെ. വേഗം വണ്ടി കയറാം ഗൈസ്. ഓടിക്കോ. ടയർമ കിട്ടിയ വെടി ഇല്ല, ഭാഗ്യം ഗൈസ്. പോലീസിന് ഇവരുടെ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എവിടെ ഇപ്പോൾ ഇങ്ങോട്ട് പോവാ? ഇവരെ രക്ഷപ്പെടാൻ നമുക്ക് എവിടെ ഈ ഏരിയയിലായിട്ട് അവിടെ ഒരു ടണ്ണൽ പോലത്തെ സ്ഥലമുണ്ട്. ഇത് ഈ വഴിയാന്ന് തോന്നുന്നു. പക്ഷേ ഇവിടേക്കുള്ള എൻട്രൻസ് ഈ വഴിയാണ്. എവിടെയോ ഈ ചാല് പോലത്തെ ഈ ഡാമിൻ്റെ ഇവിടെ ആയിട്ടേ ഒരു ടണ്ണലുണ്ട്. നമുക്കെന്തായാലും അവിടേക്ക് ചെല്ലാം. ഇതാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പോലീസുകാർ കണ്ടുപിടിക്കില്ല. എവിടെയും വിളിക്കട്ടെ. ആ ടണ്ണൽ എവിടെയാണാവോ? ഇതാണെന്ന് തോന്നുന്നു ടണ്ണൽ. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ചെല്ലാട്ടോ. ഇവിടെ കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്താൽ പോലീസുകാർ നമ്മളെ പിടിക്കില്ല. ഈ വഴി നേരെ ഇങ്ങോട്ട് പോകണം. എനിക്ക് പുറത്തേക്കല്ലേ. നമുക്ക് ഈ സൈഡിലവിടെ വണ്ടി ഒതുക്കാട്ടോ. ഇപ്പോൾ പോലീസ് പോയിട്ടുണ്ട്. നമുക്ക് അവിടെ നിറയെ പൈസ വാരി വെതറിക്കാൻ ടൈസ്. അപ്പോൾ ഇനി അടുത്ത ബാങ്ക് നമ്മുടെ എവിടെയാണെങ്കിൽ പറയാച്ചെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ടൈസ്. അവിടെയും കൂടി നമ്മൾ പണി ഒപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബാഗും കൂടി ഉള്ളൂ തോന്നുന്നു. അപ്പോൾ എത്ര ബാങ്കിന്ന് ഓർമ്മയില്ല ടൈസ്. ഇവിടെ ആയിട്ടാണ് തോന്നുന്നു. ഈ ബാങ്കൊക്കെ നമ്മൾ വാരി വെതറിയതാ. ഇനി ബാങ്ക് എവിടെയുള്ള ഈ ബാങ്ക് ഗൈസ്. ഇതും കൂടി ഉള്ളൂ തോന്നിട്ട്. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞു, സെറ്റായി. നല്ല പവർ ഗൈസ്. ഗൈസ് നമ്മൾ ഇവിടെ അറ്റത്തെ ബാങ്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ആണെങ്കിൽ അറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരെ കേട്ടോ. അപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ക്യാമറ പൊട്ടുന്നില്ല. ഇവിടുത്തെ ക്യാമറ പൊട്ടിയോ? അതിനും കൂടി പൊട്ടി. ഇത് നമ്മുടെ അവസാനത്തെ ബാങ്കാണ് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പവറാണ് കേട്ടോ. അതുകൊണ്ട് ഈ ക്യാമറ കൂടി പൊട്ടിക്കട്ടെ. നമുക്ക് ഭീഷണിപ്പെടുത്താൻ പോകാം. സെയിം ആൾക്കാരിനെ വന്നു കേട്ടോ. ഹലോ ബായ്. ഇല്ല, രണ്ടെണ്ണം അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇത് സെയിം ആൾക്കാരനെ. താക്കോലെടുത്തുണ്ട് കേട്ടോ അവർ. താക്കോലിട്ട് തുറക്ക്. അങ്ങോട്ട് നോക്കിക്കാണ്. താക്കോലിട്ട് തുറക്കില്ല. താക്കോൽ കൈ പിടിച്ചേക്കും. തുറന്നോ. ഇത് വെയിറ്റ് നമ്മുടെ പോസ്റ്റ് ആക്കും അവിടെ. ഇത് നമ്മുടെ അവസാനത്തെ ബാങ്ക് കേട്ടോ. അതായത് ലോസ് ആൻഡോസിൽ 6 ബാങ്ക് ഉണ്ട് ഈ ലോസ് ആൻഡോസ് എന്ന് പറഞ്ഞ ഏരിയയിൽ. അവിടുത്തെ മേസ് ബാങ്കിൽ പോയ അവിടെ സോൾജർമാരൊക്കെ ഉണ്ട്. അപ്പോൾ സീനാണ്. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, പോലീസുകാരുള്ളൂ. തുറക്ക്. പാസ് ഞാൻ അടിക്കില്ല, നീ അടിക്കണം. വേഗം അടിച്ചോലി. ഇപ്പോൾ വെടി പൊട്ടും. മാറിക്കട
മാറിക്ക എൻ്റെ തൊല്ല പൊട്ടിക്കിട ഞാൻ ഈശ് മാറിക്ക നമ്മുടെ അടുത്ത് എൻ്റെ ആവശ്യം പോയി എല്ലാം മാറിക്കാനേ നിനക്ക് ഇത്ര ഷോ വേണ്ടിട്ട് തീർന്നിട്ട് തരാൻ എനിക്ക് ഒരു ദിവസം നമ്മൾ വരുന്നുണ്ട് പിന്നെ കൊന്നിട്ട് പോയാലും ഉള്ള കാശ് വേണം പോന്ന് ടോട്ടലിക്ക് തരട്ടോ എൻ്റെ പരട്ട തലയും ഇവിടെ ഗോൾഡും ക്യാഷ് ഒരുമിച്ച് വാരി വെതറാൻ പോകണ്ട നമ്മൾ ഫുള്ള് വാരിക്കോ നമ്മുടെ ബാഗ് ഫുള്ളായിട്ട് അത് വേറെ കാര്യം ഗോൾഡ് ബാഗ് കറക്റ്റ് ഇതാളവ് ഫുള്ള് ആയിട്ടുണ്ട് ഇപ്പോൾ ഫുള്ളാവട്ടെ ഗൈസ് പക്കായിട്ടുണ്ട് നമുക്ക് ഗോൾഡും കൂടി എടുത്താൽ നമ്മുടെ ബാങ്ക് റോബറി കഴിഞ്ഞു കേട്ടോ ഗൈസ് ലോസ് ആൻഡോസിലെ മുഴുവനും ബാങ്ക് നമ്മൾ മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ വാരി വത്തിൻ്റെത് ആയിരിക്കോ ഗൈസ് ഗോൾഡ് വാരും വേണ്ട ഗൈസ് 30 വെച്ച് കൂടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി കാണാൻ പറ്റുന്നുണ്ട് അവിടെ 30 വെച്ച് ഇപ്പോൾ $700 ആയിട്ടുണ്ട് 700,000 യെസ് 1 million ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഗോൾഡുള്ള സ്ഥലത്ത് നോക്കാം 1 million കിട്ടിയിട്ടുണ്ട് എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാട്ടെ ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ പോലീസ് വന്നിട്ട് നിനക്കുള്ള തരാട്ടോ ഇന്നൊറ നേരെ തുടങ്ങിയിട്ട് അല്ല വിനീസ് അത് നമ്മുടെ അടുത്തേ പോവാൻ അത്ര ഷോ ഇറക്കണം ഗൈസ് നമ്മുടെ എന്തെങ്കിലും പണി കഴിഞ്ഞു ഗൈസ് നമുക്കിനി ആവശ്യമില്ല നിനക്ക് വേണം തലക്കിട്ട് പൊട്ടിക്കാനല്ല അവന് ഒറ്റണത്തിന് വെറുതെ വിടില്ല ഗൈസ് നിങ്ങൾ അവിടെ ചത്തിറക്കാല്ലേ ഇപ്പോൾ ഹാപ്പി ലൈഫ് ഇല്ല നിങ്ങൾക്കുള്ള പണി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് അവിടെ ഇനിയുണ്ടാ അയ്യോ ദാറ്റ തുറന്നിട്ട് കേട്ടോ ദാറ്റാ ബൈ ഗൈസ് നമുക്ക് ഇവിടെ വേഗം നമ്മുടെ വീട്ടിലേക്ക് പോകട്ടെ അവർക്ക് നമ്മുടെ വീട് അറിയാത്തതുകൊണ്ട് സീനില്ല നമ്മുടെ വണ്ടി പിന്നെ പൊട്ടാത്തതുകൊണ്ടേ സീനില്ല ഗൈസ് നമുക്ക് ഇവിടുന്ന് വേഗം ഇങ്ങോട്ട് ചെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വേഗം നമുക്ക് ചെല്ലാം അപ്പോൾ അവർ കണ്ടുപിടിക്കാൻ ചാൻസ് കുറവാണ് ഇവിടെ ആകുമ്പോൾ കണ്ടുപിടിക്കുക അയ്യോ പോലീസ് വളഞ്ഞു കേട്ടോ ഷോ എനിക്ക് ഇത്ര ഇല്ല മലർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ രാത്രി ആവണ്ടേ രാത്രി വരെ ഗൈസ് നമ്മൾ രാവിലെ തുടങ്ങിയ പണിയാണ് കേട്ടോ രാത്രി വരെ എടുത്തിട്ടുണ്ട് ജോലി തന്നെ ഗൈസ് പക്കാ ജോലി ഈ വഴി ഫുള്ള് പോലീസാണല്ലോ ഇതേ നമ്മുടെ വണ്ടി ടയർ റേസായിട്ട് ഇവിടെ ഡ്രിഫ്റ്റായി കൊണ്ടിരിക്കുക അയ്യോ ഇപ്പം തിരിയത് ഭാഗ്യം തിരി പവർ ടയർ ഇങ്ങനത്തെ ഉണ്ട് തിരിയാൻ ബുദ്ധിമുട്ടാതാ പുറയ്ക്ക് ഇവിടെ വഴിയുണ്ടാ അയ്യോ വണ്ടി സ്റ്റക്കായ ഭാഗ്യം ഈ വഴി പോയാൽ പോലീസ് മിന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല എന്നെ ഭാഗ്യം ഞാൻ അവിടെ ഇടിച്ച് നിന്നു വെച്ചേ പോലീസുകാർ ഈ വഴി വാങ്ങിച്ചോ അതായിരുന്നു സൈഡിൽ കൂടെ കത്തിച്ചോ എങ്ങോട്ടേലും പോട്ടെ ഗൈസ് എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ഇരിക്കാനുള്ളതാണ് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ ജയിലിലാട്ട് ഇട്ട കാശ് മുഴുവനും പോവും നമ്മളിപ്പോൾ മേടിച്ച കാശ് വെച്ച് നമുക്ക് 25 ലക്ഷറി ഹൗസും ലക്ഷറി വാനും എല്ലാം മേടിക്കട്ടെ ഗൈസ് ഓക്കെ ഇനി ഇവിടുന്ന് ഇപ്പം എങ്ങനെയാണ് പോവുക ഇവിടുന്ന് ഇപ്പോൾ പോവാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ അയ്യോ പെട്ടു വണ്ടി കുടുങ്ങി അയ്യോ ഓക്കെ നമ്മൾ അവിടുന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ പോലീസ് ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടും പോകണില്ല ഗൈസ് ഇപ്പോൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടിട്ട് അവർ നമ്മുടെ കാശ് മുഴുവൻ പോവും ഒറ്റ ബാഗ് പോയാൽ മതി ഗൈസ് നമ്മുടെ എല്ലാം പോയി പിന്നെ അയ്യോ ഇവർ ട്രാപ്പ് ചെയ്യണ ഗൈസ് 2 സൈഡിൽ കൂടെ ഒന്ന് എങ്ങനെയെങ്കിലും വണ്ടി നിർത്തും ആ ഒരു ഇത് സീനാണ് കേട്ടോ സ്ഥലം മിലിറ്ററി ബേസ് എൻ്റെ അമ്മ നമ്മളെ പാമ്പിനെ പിടിച്ച് പാമ്പിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതല്ലേ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി കേട്ടോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി ഓക്കെ സാർ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ബാങ്ക് റോബറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തോടെ ഇത്രയ്ക്കുള്ളൂ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട അപ്പോൾ അടുത്തോടെ ഇനി കാണാം ടാറ്റാ ബൈ